പണിമുടക്ക് ദിവസം ഓഫീസിലെത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. CITU DYFI പ്രവർത്തകരാണ് ഇളമ്പള്ളൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷീജമോളെ ഉപരോധിച്ചത്. ഒപ്പിട്ട ശേഷം പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഉപരോധിച്ചതെന്ന് സമര അനുകൂലികൾ പറഞ്ഞു. പൊതുപണിമുടക്കു ദിനത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയ സെക്രട്ടറിയെയാണ് CITU DYFI പ്രവർത്തകർ ഉപരോധിച്ചത്. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷീജമോളെയാണ് സമരാനുകൂലികൾ ഉപരോധിച്ചത്. ഒപ്പിട്ട ശേഷം പോകാനിറങ്ങിയപ്പോഴാണ് ഉപരോധിച്ചതെന്ന് സമരാനുകൂലികൾ പറഞ്ഞു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി ഈ രാജ്യവും ഈ സംസ്ഥാന പൊതുമുടക്കിൽ സഹകരിക്കുമ്പോൾ ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ സെക്രട്ടറി രാവിലെ വന്ന് ഓഫീസിൽ കയറി രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം ഓഫീസ് പൂട്ടി മടങ്ങിപ്പോകാനൊരു ശ്രമം നടത്തി. അതറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഈ നാട്ടിലെ പ്രദേശവാസികൾ ബന്ധപ്പെടുകയും കുണ്ട്രയിലെ DYFIയുടെയും CITU നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സെക്രട്ടറിയോട് ഉപരോധിക്കുന്നത്. ഇവിടുത്തെ ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറച്ച് നാളായി കുറ്റവിലോപമായ കാര്യങ്ങളാണ് ചെയ്തത്. തൊഴിലാളി വിരുദ്ധ സമീപനമാണല്ലോ. തൊഴിലാളി വിരുദ്ധ സമീപനവും ഇവിടെ 10 മണിക്ക് ജോലിക്ക് കയറേണ്ടുന്ന സെക്രട്ടറി എല്ലാ ദിവസവും 11:30 ശേഷമാണ് ഇവിടെ വരുന്നത്. എന്നാൽ ഇന്ന് പണിമുടക്കിന്റെ ഭാഗമായി ഇന്ന് 10 മണിക്ക് തന്നെ വന്ന് രജിസ്റ്റർ ഒപ്പിട്ട് ഓഫീസ് പൂട്ടി ഇറങ്ങാൻ നേരമാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സെക്രട്ടറി ഉപരോധിക്കുന്നത്. ഓഫീസ് പൂട്ടി പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ന് ഈ ജോലി സമയം തീരുന്നിടം വരെ വൈകിട്ട് 5 മണി വരെ ഈ സെക്രട്ടറിയെ ഇവിടെ ഉപരോധിച്ചുകൊണ്ട് അതിനുശേഷം മാത്രമേ ഈ സെക്രട്ടറിയെ പുറത്തേക്ക് വിടത്തുള്ളൂ ഈ സമരസമിതിക്ക് വേണ്ടി പറയുന്നത്. എല്ലാ ദിവസവും 11 മണിക്ക് വരുന്ന സെക്രട്ടറി പണിമുടക്ക് ദിനത്തിൽ രാവിലെ 10-നെത്തി ഒപ്പിട്ട ശേഷം പോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് സമരാനുകൂലികൾ പറയുന്നത്. സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ പറയുന്നു. ഒപ്പിട്ടതിനാൽ വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്തിട്ട് പോയാൽ മതിയെന്ന നിലപാടാണ് സമരാനുകൂലികൾ സ്വീകരിച്ചത്. എന്നാൽ ആരുടെ സമരമാണെന്നൊന്നും അറിയില്ലെന്നും താൻ സർക്കാരിന്റെ ഭാഗമാണെന്നും എല്ലാ ദിവസത്തെയും പോലെ ഓഫീസ് രാവിലെ തുറന്നതാണെന്നും സമരാനുകൂലികൾ എത്തിയപ്പോൾ അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ ഉപരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. അല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്ന് ആരാണ് സമരം ചെയ്യുന്നതെന്നോ എന്താണ് വിഷയമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സാധാരണ പോലെ ജോലി ചെയ്യാനായിട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഞാനത് ഓഫീസ് അടയ്ക്കണമെങ്കിൽ അടയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓഫീസ് മേധാവി ആയതുകൊണ്ട് ഓഫീസ് തുറക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതാണ്. ഓഫീസ് തുറന്നേ പറ്റുള്ളൂ. കാരണം നമുക്ക് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാകുമ്പോൾ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. വർക്കിങ്ങിലെയാണ്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ച് ബഹളം വെച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അടയ്ക്കണമെങ്കിൽ അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതും പറ്റത്തില്ല. എന്നെ ഖരാവ് ചെയ്തു. പിന്നെ കുറേ ആക്ഷേപമൊക്കെ പറഞ്ഞ് കുറേ അപമാനിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചപ്പോഴത്തേക്ക് പോലീസ് വന്നാണ് എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറക്കിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. LDF പ്രവർത്തകരായ അബ്ബാസ്, അമൽ, ഗിരീഷ്, അജീഷ്, സിജിൻ, സുൽഫി, ബിജുലാൽ എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.